ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണുസുതി. രേണുസുതിയെ ഇന്ന് മലയാളികൾക്ക് സുപരിചിതമാണ്. രേണുവിൻ്റെ ക്യാൻസറും രേണുവിൻ്റെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മലയാളികൾക്കിടയിൽ ചർച്ചയാണ്. രേണു തന്നെ തൻ്റെ യൂട്യൂബിലൂടെയൊക്കെ ഇത് സംസാരിക്കാറുമുണ്ട്. രേണുവിൻ്റെ ഈ വീഡിയോകളൊക്കെ തന്നെ റിയാക്ഷൻ വീഡിയോയിലെയും അല്ലാതെയും ചില യൂട്യൂബേഴ്സ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. രേണു കാണിക്കുന്നതൊക്കെ ഫേക്ക് ബില്ലാണ്, രേണുവിന് ക്യാൻസർ ഇല്ല, രേണുവിന് ഒരു തരത്തിലുള്ള അസുഖങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല യൂട്യൂബ് ബ്ലോഗേഴ്സും വീഡിയോ ക്രിയേറ്റേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും രേണുവിൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും യൂട്യൂബിൽ അത് അവരുടേതായ രീതിയിൽ ഇടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം കേരള പോലീസ് ഇതുപോലൊരു വ്യക്തിയെ പിടികൂടി. രേണുസുതിക്ക് എതിരെ സംസാരിച്ച ഒരു വ്യക്തി, അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ല, അവർ മുന്നിൽ വന്ന് കാണിക്കുന്ന ബില്ലൊക്കെ വ്യാജമാണ്, അവർ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രേണുസുതിക്കെതിരെ സംസാരിച്ച ഒരു യൂട്യൂബറിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ആ പോലീസ് പിടികൂടുന്ന വീഡിയോ ദൃശ്യങ്ങൾ രേണുസുതി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു കാര്യവും പറഞ്ഞു, ഇതുപോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നവർക്ക് ഒരു താക്കീതാണ് ഇത് എന്നതും കൂടിയാണ് രേണുസുതി പറയുന്നത്. രേണു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിനെതിരെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം നിറയുന്ന നാടാണ്. അവർക്ക് പറയാനുള്ളത് അവർ രേണുസുതി ഫേക്കായിട്ടാണ് കാണിക്കുന്നതെന്ന് ഒരു യൂട്യൂബറിന് പറയാമെങ്കിൽ അതെന്തുകൊണ്ട് അവർക്ക് പറഞ്ഞുകൂടാ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മറുവിഭാഗത്ത് രേണുസുതി അനുകൂലിച്ചുകൊണ്ട് ഇതുപോലുള്ള പോലീസിൻ്റെ നടപടികൾ സ്വാഗതാർഹം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിഭാഗം ഒരു സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട്. രേണുസുതിയുടെ കീമോവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രേണു തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കീമോ കഴിയും തോറും 2 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ആ പൈസ കൂട്ടിവെക്കണം, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ നടത്തുന്നതെന്നാണ് രേണുസുതി പറയുകയും ചെയ്തിട്ടുള്ളത്. അതിനുള്ള ചിലവ് മാർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് എന്നതും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ മക്കളുടെ മേലുള്ള അവകാശം സ്ഥാപിക്കാൻ വേണ്ടി പലരും വരുന്നുണ്ട്, അവരിൽ ചിലർ നടത്തുന്ന പരിപാടികളാണിതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേണു പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും രേണുവിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രേണുവിൻ്റെ കണ്ടന്റുകൾ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടല്ല വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നത്, മുന്നേയും ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ. പക്ഷേ പോലീസിൻ്റെ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുതിക്കെതിരെ അധിക്ഷേപം നടത്തിയതിൻ്റെ പേരിൽ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുന്നതും ഇതാദ്യമായിട്ടാണ്. അതിൻ്റെ സന്തോഷമാണ് രേണുസുതി പങ്കുവെക്കുകയും ചെയ്തത്. രേണുവിന് കീമോ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വലിയ ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. രേണുവിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് മേഖലയെ ഫോളോ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ യൂട്യൂബേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എൻ്റർടൈൻമെൻറ്റ് മേഖല ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും കുറച്ചധികം നാളുകളായി രേണു ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റിലാണ്, കീമോകൾ തുടരെ നടത്തുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രേണു തന്നെ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫേക്ക് ആണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്നും ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ആളുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നാടകം മാത്രമാണിതെന്നും കൂടിയാണ് ആളുകൾ പറയുന്നത്. എന്തൊക്കെ തന്നെ ആയാലും സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാണ്, വൈറലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.